ഉപയോഗപ്പെടുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം അത്രയും. അതുകൊണ്ട് എത്ര മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനത്തെ വിഷമം വന്നാലും, ഇനി വന്ധ്യയായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കന്യാസ്ത്രീകളെ, സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഗർഭപാത്രങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് എന്തിനാ? ചോദിക്കുന്ന ബാലുശ്ശേരി. കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ അവർക്കില്ലാത്ത വേദനയാണ് ഇദ്ദേഹത്തിനല്ല. പ്രവാചകന്റെ ഖദീജ ഒഴികെയുള്ള, മാരിയത്തുൽ ഖിബ്തി എന്ന് പറയുന്ന അടിമ സ്ത്രീ ഒഴികെയുള്ള മുഴുവൻ ഭാര്യമാരുടെയും ഗർഭപാത്രം വേസ്റ്റ് ആയില്ലേ? അതിനെ കുറിച്ചിട്ട് വിഷമമില്ലേ? അവരുടെയൊക്കെ മാറിടങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് മുലകുടിയുടെ സഹോദരന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ അവയവം ഉപയോഗിക്കാമായിരിക്കും. എന്നാലും കുട്ടികൾക്ക് ഉപയോഗപ്പെട്ടില്ലല്ലോ ഉസ്താദെ. അപ്പൊ അവരെ കുറിച്ച് വേദനിക്കേണ്ടതിന് പകരം ഇവർക്ക് കന്യാസ്ത്രീകളെ കുറിച്ചിട്ടാണ് വിഷമം. എന്നിട്ട് ഇവര് പർദ്ദയിടാൻ ഒരു വേദിയിൽ പറയും, എന്നിട്ട് മറ്റേ വേദിയിൽ എന്താ പറയുന്നതെന്നറിയാമോ? കറുത്ത കുപ്പായമിട്ട പോത്തിന്റെ കുപ്പായമിട്ട പോത്തേ പോത്തേ എന്നിട്ട് പറയും ഇവർ ഈ കുപ്പായം ഇട്ടിട്ട് മറ്റവന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവൻ കൊണ്ടുപോകുന്നത് അവന്റെ ഭാര്യയൊന്നുമില്ല, അടുത്ത വീട്ടിൽ അവന്റെ ഭാര്യയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ വസ്ത്രം ശരിക്കു പറഞ്ഞാൽ ഇതിന്റെ പ്യൂരിറ്റി നിങ്ങൾ എന്തുവാ കാണുന്നത്? ഇതിട്ടിട്ട് പോയിട്ടല്ലേ സകലമാന വൃത്തികേടുകളും സ്ത്രീകൾ ചെയ്യുന്നത്. ഒരു സ്ത്രീക്കും ഒറ്റയ്ക്ക് ഒരു വൃത്തികേടും ചെയ്യാൻ പറ്റില്ല ഉസ്താദെ. പ്രവാചകന് സ്വർഗവും നരകവും കണ്ടു. അപ്പൊ കുറച്ച് സ്ത്രീകളുടെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിരിക്കുന്നു. അപ്പോൾ ജിബ്രീലിനോട് പ്രവാചകൻ ചോദിച്ചു, അല്ല ജിബ്രീലെ എന്താ പറ്റിയത്? നബി ചോദിക്കുകയാണേ, എന്തിനാണ് സ്ത്രീകളെ ആ രൂപത്തിലൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അപ്പൊ അവര് അറാം പറന്ന കുട്ടികളെ ജനിപ്പിച്ചത് കൊണ്ടാണെന്ന്. അറാം പറന്ന കുട്ടികളെ സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ ഉസ്താദെ, പറ്റില്ലല്ലോ ജിബ്രീലെ എന്ന് പറയാൻ നബിക്ക് പറ്റണ്ടേ? നബിക്ക് അത് പറ്റിയിട്ടില്ല. കാരണം നബി സ്ത്രീകളോടൊപ്പമാണല്ലോ, സ്ത്രീകൾക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന ഒരാളാണല്ലോ നബി. അതുകൊണ്ട് നബിക്ക് പറയാൻ പറ്റിയില്ല സ്ത്രീകൾ ഒറ്റയ്ക്ക് ഡിങ്കോഡാൽഫി ചെയ്തത് കൊണ്ടല്ല സ്ത്രീകൾക്ക് ഗർഭമുണ്ടായതും അറാം പറന്ന മക്കളെ പ്രസവിച്ചതുമെന്ന്. അപ്പോ സ്ത്രീകൾ ജോലിക്ക് പോകരുത്, വിദ്യാഭ്യാസം നേടരുത്, ഇവരാരുടെയാണോ മുമ്പിൽ കഴുത്ത് നീട്ടാൻ പറയുന്നത്, വാപ്പയോ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമോ, അപ്പോൾ പെണ്ണങ്ങട് നീട്ടിക്കൊടുത്തോണം. പിന്നെ പുരുഷൻ അയാൾ ചെളി കാണുന്നിടത്ത് ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴുകും, അതും കണ്ടിട്ടും മിണ്ടാതിരുന്നോണം. പുരുഷനല്ലേ. പുരുഷനിനെയും വേലി ചാടി വേറെ സ്ത്രീകളുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ കേടാണ് എന്ന് പുരോഹിതന്മാർ സദസ്സുകളിൽ പറയും. പെണ്ണ് പുറത്തു പോയിട്ടുണ്ടെങ്കിലോ, പെണ്ണ് വേലി ചാടിയാൽ അത് പെണ്ണിന്റെ കഴപ്പാണെന്ന് ഇവര് പറയാം. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയ്ക്ക് വീണാലും ഇലയ്ക്കാണത്രേ കേട്, മുള്ളിന്റെ മുനയൊടിയില്ല. അപ്പൊ ഇപ്പൊ പെൺകുട്ടികൾ ചില കാര്യങ്ങൾ ശക്തമായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു. അതെ, ഒരടി അടിക്കുമ്പോൾ തിരിച്ച് രണ്ടടി അടിക്കാനല്ല, ഒരടിക്ക് അവൻ കൈ ഓങ്ങാതിരിക്കണമെങ്കിൽ ഗ്രിപ്പ് എന്റെ കയ്യിലായിരിക്കണം, എന്റെ കയ്യിൽ ഉണ്ടാകണം. ഞാൻ ഒരാളുടെ അടിമയല്ല. എന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പണം ചിലവഴിച്ച് എന്റെ ടൈമും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പഠിച്ചത് എനിക്കൊരു തൊഴിലിന് വേണ്ടിയാണ്. എനിക്കൊരു ജോലി വേണം, ഒരു വരുമാനം വേണം. ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് തെണ്ടി പിച്ചയെടുത്ത് ജീവിക്കാൻ, എന്റെ ചോറല്ലേ നീ തിന്നുന്നത് എന്ന് പറയാനുള്ള ഒരു അവസരം പോലും പെണ്ണുണ്ടാക്കരുത് എന്ന് വിചാരിച്ചിട്ടാ. എന്റെ ഉമ്മച്ചി എന്റെ ഇക്കമാരോടൊക്കെ പറയും, മക്കളെ ഒരടി കിട്ടിയാൽ 4 അടി കിട്ടിയാൽ 2 എണ്ണമെങ്കിലും തിരിച്ചു കൊടുക്കണം കേട്ടോ എന്ന്. പക്ഷെ എന്റെ വാപ്പച്ചി പഠിപ്പിക്കും, ആ ഒരടി കിട്ടരുത് കേട്ടോ മോനെ, ആ ഒരടി കിട്ടരുത്. അതാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മനസ്സിലായ? ശരി. അപ്പൊ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അവർക്ക് ജോലി വേണം. അതൊരു സമൂഹത്തിൽ മോട്ടിവേഷൻ അല്ല അവര് നൽകുന്നത്. ഉസ്താദ് മോട്ടിവേഷക്കാരുടെ ഒന്നും തലയിൽ വന്ന് കേറണ്ട. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകവും അന്വേഷിച്ച് ഇന്ന് മുസ്ലിം യുവത ഇറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, തെറ്റിപ്പോയി നിങ്ങൾക്ക്. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾ 6-ാം നൂറ്റാണ്ടിന്റെ കിതാബിലെ കുത്തും കോമയിലും പിന്നാലെ പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങളുടെ സുഹൃത്തിന്റെ ജാതി നോക്കണം, മതം നോക്കണം, അവരെ സാക്ഷിയായി സ്വീകരിക്കുമ്പോൾ അവരുടെ ജാതി നോക്കണം, മതം നോക്കണം.
തുണിയൊന്ന് പൊക്കി ലിംഗാഗ്ര ചർമ്മമുണ്ടോ എന്നൊന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾ അട്ടിച്ച് നിലംപരിച്ചാക്കി കീറി ഒട്ടിച്ചു വിടും. മോട്ടിവേഷനോ വിഷമാണ്. അപ്പോഴും 6-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സ്ത്രീ വിരുദ്ധതകൾക്കല്ല ഇവിടത്തെ പ്രശ്നം. ഇവിടത്തെ പ്രശ്നം അതിനെ സംബന്ധിച്ച് പറയുന്ന പെൺകുട്ടികൾക്ക് വ്യക്തിത്വം ഉണ്ടാകണം, ജോലി വേണം, വിദ്യാഭ്യാസം വേണം, ഒരു സാമർഥ്യം നേടിയെടുക്കണം, ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകണം എന്ന് പറയുന്ന മോട്ടിവേഷൻകാരുടെ പിന്നാലെയാണ് ഇവര് പോകുന്നത്. മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവര് മോട്ടിവേഷനാണ് കുത്തിവെക്കുന്നത്. പെൺകുട്ടികളോട് പറയണേ, പെൺകുട്ടികളെ നിങ്ങളൊന്നും ഇനി പണ്ട് കാലത്തൊക്കെ വല്യമ്മക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു, എന്ത് എന്റെ കുട്ടി ഒന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു, അങ്ങനെ പറയുന്ന വല്യമ്മമാരോട് പോകാൻ പറയണം. ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പെൺമക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം, എനിക്കൊരു ജോലിയാണ് വേണ്ടത്, ജോലി കിട്ടട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. എന്തിനാ ജോലി? ജോലി കിട്ടുന്നത് ആദ്യം തന്നെ എന്താ മനസ്സ്? അയാൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ എനിക്ക് ധൈര്യം വേണമെങ്കിൽ. അയാൾ ഒന്ന് പറയുന്നത് എന്തിനാ? അയാൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നു പറയാൻ ഇവൾക്കും റൈറ്റ്സ് ഉണ്ടല്ലോ, അതവിടെ പ്രൂവ് ചെയ്യണ്ടേ? കയ്യിൽ ചിക്കിളി വേണം. ഇത് പറയുന്ന പെൺമക്കളാണോ നമ്മുടെ കുടുംബത്തിന് ആവശ്യം? എന്താ നമ്മുടെ സമൂഹം ഇങ്ങനെയായി പോയത്? 100 വട്ടം അത് പറയുന്ന പെൺകുട്ടികൾ തന്നെയാണ് ഈ സമൂഹത്തിന് ആവശ്യം. എന്താ തെറ്റ് അത് പറയുന്നതിൽ? എന്താ തെറ്റ്? ഞാൻ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നുണ്ട്. ഈ മക്കള് പഠിച്ച് വളർന്ന് വിദ്യാഭ്യാസം വേണം, അവർക്ക് ജോലി വേണം, അവര് ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നേടണം. എന്നാലേ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ നോക്കാൻ, സംരക്ഷിക്കാൻ അവർക്ക് കഴിയൂ. ആൺമക്കൾ എല്ലാവരും നോക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. പെൺകുട്ടികൾ നോക്കാം. മാമ്പൂവും മക്കളെയും കണ്ട് കൊതിക്കരുത് എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെ ഒന്നുമല്ല. അതുകൊണ്ട് പെൺകുട്ടികൾ നമ്മളെ നോക്കിയിട്ടില്ലെങ്കിലും സാരമില്ല, അവരുടെ കാര്യങ്ങളെങ്കിലും സാറ്റിസ്ഫാക്ഷനോടുകൂടി മുന്നോട്ട് പോകാൻ, അവർക്ക് മനസ്സിനിണങ്ങിയ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ, അവർക്കിഷ്ടമുള്ള രൂപത്തിൽ അവരുടെ ലൈഫ് ഡെക്കറേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസവും വേണം, ജോലിയും വേണം, പണവും വേണം. സ്വാതന്ത്ര്യം വേറൊരാൾ തരേണ്ടതല്ല. അയാൾക്ക് എങ്ങനെയാണോ സ്വാതന്ത്ര്യം കിട്ടുന്നത്, അതേ സ്വാതന്ത്ര്യം എനിക്കുമുണ്ട് എന്ന് പെൺകുട്ടികൾക്ക് ബോധമുണ്ട് ഇന്ന്. അതുകൊണ്ടാണ് അവർ മോട്ടിവേഷൻകാർ പറയുന്നത് ശരിയാണല്ലോ. അതെ, ശരിയാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാനൊന്ന് പൊയ്ക്കോട്ടെ, ഞാനൊന്ന് പാപ്പ സുഖമില്ലാതെ കിടക്കുന്ന പൊയ്ക്കോട്ടെ. വേണ്ട. ശരിയെന്നാ, പാപ്പ മരിച്ചു, ഞാനൊന്ന് പൊയ്ക്കോട്ടെ. വേണ്ട. ഒരു പത്തനാപുരംകാരൻ ഉസ്താദ് പറയാ, 5 കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിക്കാം. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ആ 5 കാര്യങ്ങൾ ഏതാണെന്നറിയുമോ? ഒന്ന് നേരെ ഇരിക്കുമോനെ, ഒന്ന് വളരെ ആർജവത്തോടു കൂടി ഇരുന്ന് കേൾക്കുമോനെ. അത് പറയാ, പെണ്ണുമ്പിളയ്ക്ക് 4 എണ്ണം കൊടുക്കുന്ന കാര്യമാ പറയുന്നത്. കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇരുന്നൊന്ന് കേട്ടോളാൻ. ശരിയെന്നാ, നന്നായിട്ടിരുന്നു. ശരിയെന്നാ, 5 കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിച്ചോ. ഒന്നേതാ? പെണ്ണ് നിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങിയാൽ അവള് തിരിച്ചു വരുമ്പോൾ വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഒരു പച്ചമടലുമായി നിന്നോ. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഉസ്താദുമാരെന്തു പറയുന്നോ അത് അങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് പറഞ്ഞു കൊടുക്കുക. കെ.ടി. ജലീൽ പറഞ്ഞത് ഓർമ്മയില്ലേ? മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും അതുപോലെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നതും ലഹരികളും ഒക്കെ ഹറാമാണ് എന്ന്. ഉസ്താദെ, നിങ്ങളൊന്ന് മതവിധി പുറപ്പെടുവിക്കണം. അതായത് ഈ രാജ്യത്തിന്റെ നിയമങ്ങളൊന്നും ഇവരാരും അനുസരിക്കില്ല. മതമാണെങ്കിൽ ഇവര് കണ്ണും പൂട്ടി അനുസരിച്ചോളുമെന്ന് പബ്ലിക്കിൽ വന്നൊരു ജനപ്രതിനിധി പറയുവാണ്. മതമാണെങ്കിൽ ഇവർ അങ്ങനെ തന്നെ അത് അനുസരിക്കുമെന്നാണ് ഇവര് പറയുന്നത്.